ഇന്ന് SITയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പരാമർശം നടത്തുന്ന ഗതികേടുണ്ടായി. അന്വേഷണം നടത്തുന്ന ഏജൻസി കുറ്റകരമായ അനാസ്ഥ കാണിക്കുന്നു കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഇവിടെ അന്വേഷണം നടത്തുന്ന പോലീസിന്റെ ഭാഗത്ത് SITയുടെ ഭാഗത്തുണ്ടായി എന്ന് അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി നിരീക്ഷിച്ചുവെങ്കിൽ പിണറായിയുടെ പോലീസ് ഉയർന്നുണ്ടാക്കിയിരിക്കുന്ന ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആണെങ്കിൽ പോലും അങ്ങനെ രൂപീകരിച്ചിരിക്കുന്ന അന്വേഷണ സംഘം വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നില്ല എന്ന് അന്വേഷണം ഉത്തരവിട്ട അതേ കോടതിക്ക് ബോധ്യം വന്ന സാഹചര്യമാണ്. ഇതിന് നിസ്സാരമായി കാണാനാവില്ല. ഇവിടുത്തെ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാൻ, ഇവിടുത്തെ ഹിന്ദു ക്ഷേത്രങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കാൻ, ഹിന്ദു ആരാധന സമ്പ്രദായത്തെ നിലനിർത്താൻ, അതിനെല്ലാം ഇവിടെ ഭരണം നടത്തുന്നവർക്ക് ബാധ്യതയുണ്ട്. ഏതെങ്കിലും ചില വിഭാഗങ്ങൾ മാത്രം ഈ നാട്ടിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി പ്രോത്സാഹിപ്പിക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന ആളുകളായി ഈ നാട്ടിലെ എംപിയും ഭരണവും മന്ത്രിയുമെല്ലാം മാറുമ്പോ അതിനെതിരായി അതിശക്തമായ സമരത്തിന്റെ പാതയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയും NDAയും എല്ലാം നീങ്ങുന്നതിന്റെ ഭാഗമാണ് ഈ സമരം. വരും ദിവസങ്ങളിൽ കയ്യും കെട്ടി നോക്കിയിരിക്കാനല്ല, മറിച്ച് ഈ ക്ഷേത്രങ്ങളെ വിശ്വാസികൾക്ക് ഭരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവണം. ഈ ക്ഷേത്രങ്ങളുടെ നിയന്ത്രണം അവിശ്വാസികൾ, ഇറ്റാലിയൻ ശക്തികൾ അവരുടെ താല്പര്യത്തിന് വേണ്ടി ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കാൻ, ക്ഷേത്രമടക്കമുള്ള ഹൈന്ദവ സ്ഥാപനങ്ങളിലെ വിലപിടിപ്പുള്ള വസ്തുക്കളെ പുരാവസ്തു ശേഖരത്തിലേക്ക് മാറ്റാൻ, വിഗ്രഹങ്ങൾക്ക് വിലയിടാൻ എല്ലാം തയ്യാറാവുന്ന കാലഘട്ടമാണ്.